ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പറയുന്ന വയനാട് ദുരന്തത്തിൻ്റെ കണക്കുകളെ സംബന്ധിച്ച് ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ മാധ്യമപ്രവർത്തകർ മുൻകൈയെടുത്തു. അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡമനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ്. എനിക്കറിയില്ല, ഒരു മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് 75,000 രൂപ ചെലവാകുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കണം. അദ്ദേഹം പറയുന്നത് ഓട്ടോപ്സി, ശവസംസ്കാരം എന്ന് പറഞ്ഞാൽ ശവസംസ്കാരം മാത്രമല്ല, ഓട്ടോപ്സി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടാണ്. ഓട്ടോപ്സി നടത്തിയ മെഡിക്കൽ കോളേജുകൾ അതിനു വേണ്ടിയിട്ട് പണം ചോദിച്ചിട്ടുണ്ടോ? ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുള്ള ക്രൈസ്തവ ഇസ്ലാമിക പള്ളികളും സേവാഭാരതിയുമൊക്കെ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പണം ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം മുഖ്യമന്ത്രി പറയണം. അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കണക്ക് കൊടുത്ത് മാനദണ്ഡം അനുസരിച്ച് മെമ്മോറാണ്ടത്തിലെ കണക്കാണിതെന്നാണ്. ഇത് ചെലവായ തുകയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വെള്ളക്കെട്ട് നീക്കാൻ 3 കോടി എന്നാണ് ഈ കണക്കിൽ എഴുതിയിരിക്കുന്നത്. വെള്ളക്കെട്ട് നീക്കാൻ, ഏത് വെള്ളക്കെട്ട് നീക്കാനാണ് 3 കോടി ചെലവായത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. മാത്രമല്ല, ഇത് മെമ്മോറാണ്ടത്തിൽ ഒരു എസ്റ്റിമേറ്റ് ആണെങ്കിൽ ഇതിൽ ആക്ച്വൽസ് എന്നുള്ള പ്രയോഗം, ആ പ്രയോഗം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ്? അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, മുഖ്യമന്ത്രി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ പോരുന്നതിന് പകരം അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പേരിലുള്ള കണക്കുകൾ, ആ കണക്കുകൾ മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, മുൻകാലങ്ങളിലുള്ള UDF സർക്കാരുകളുടെ കാലത്തും ഇതേപോലെ തന്നെയാണ് കണക്കുകൾ കൊടുത്തിരുന്നത്, അന്നാരും ചോദിച്ചിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ കാലത്തും വെട്ടിപ്പ് നടന്നിരുന്നു, ഞങ്ങളും അതുപോലെ വെട്ടിപ്പ് നടത്താൻ പോകുന്നു, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ചോദിച്ചില്ല എന്നാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ തിരിച്ചറിവോടുകൂടി ഈ കാര്യങ്ങൾ ചോദിക്കാൻ മുന്നോട്ട് വരുന്നു എന്ന് മാത്രമേ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, പി ശശിയും അജിത് കുമാറിനെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ഒന്നുകിൽ അൻവറിനെതിരായിട്ട് നടപടിയെടുക്കണം. ഇനി അതല്ല, അൻവർ പറഞ്ഞതാണ് ശരിയെങ്കിൽ അജിത് കുമാറിനെതിരായിട്ട് നടപടിയെടുക്കണം. ആരോപണങ്ങളുടെ പേരിൽ ആരെയും ആർക്കെതിരായിട്ട് നടപടിയെടുക്കുന്നില്ല. ഒരു SP-യെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ADGP ആകുമ്പോൾ സസ്പെൻഷൻ പാടില്ലേ? അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷൻ പോട്ടെ, ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോലും സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിനർത്ഥം ADGP അജിത് കുമാർ ഈ നീക്കം ചെയ്യപ്പെട്ട SP-യെ പോലെയല്ല, മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്, ആ വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അടക്കം ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ ഈ ADGP-യുടെ കൈവശമുള്ളത് കൊണ്ടാണ് എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ ആ സംശയം നീക്കണമെങ്കിൽ മുഖ്യമന്ത്രി 2-1 ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ കണക്കുകളുടെ കാര്യത്തിലുള്ള ദുരൂഹത ഇപ്പോഴും മുഖ്യമന്ത്രി നീക്കം ചെയ്തിട്ടില്ല. ഈ പറഞ്ഞിട്ടുള്ള കണക്കുകൾ ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പണ്ട് മുതലേ ഇങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, യഥാർത്ഥ ചെലവുമായിട്ട് ബന്ധമില്ലാത്തതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്, വിദഗ്ധന്മാർ തയ്യാറാക്കുന്നതാണ്, മന്ത്രിമാരല്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മന്ത്രിമാർ തയ്യാറാക്കുന്നു. പക്ഷെ വിദഗ്ധന്മാർ തയ്യാറാക്കുന്നത് അതിൻ്റെ പ്രയോജനം ആർക്ക് വേണ്ടിയാണ്? ആർക്കാണ്? വിദഗ്ധന്മാരായിട്ടുള്ള ചില ആളുകളെങ്കിലും ഈ മന്ത്രിസഭയുടെ ചെലവിൽ ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും പുറത്തു വരേണ്ടത് ആവശ്യമുണ്ട്. ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തരമായിട്ട് എടുക്കേണ്ടത്. PV അൻവർ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ പോകുന്നു എന്ന് പറയുന്നു. അതിനു മുൻപെങ്കിലും മുഖ്യമന്ത്രി അൻവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്.